ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടെ പോയതായിരുന്നു? അല്ല, നീ ഇതിപ്പോ എത്തി? അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഒന്ന് നടക്കാൻ പോയതാ. എവിടം വരെ? ചോദിച്ച കേട്ടില്ലേ? ഭക്ഷണമൊക്കെ ഏറെക്കുറെ റെഡിയാ. ഞാൻ ഈ ചെയ്തുണ്ടാക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാച്ചാ? മോള് ധൈര്യമായിട്ട് സദ്യ ഒരുക്കിക്കോ. ഇവനെ ഇന്ന് ഇവിടുന്ന് എവിടേക്കും പോകത്തില്ല. എന്താ പിള്ളേ? ഇവൻ ഈ പടി ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഇവന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. താനും സഹായത്തിലോടോ? പിന്നെ തീർച്ചയായിട്ടും. ആദ്യം ഞാൻ വീണിട്ട് രാഘവൻ സാർ വീഴും. പിന്നെ അല്ല. അച്ഛൻ കരുതുന്ന പോലെ നല്ല കാര്യങ്ങള്. ഞാൻ വെറൊരു ഡ്രൈവറായതിന്റെ പേരിലേ ഈ കളക്ടർ മാഡത്തിന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം പീഡനങ്ങളാ ഞാൻ സഹിക്കണമെന്നറിയോ? ഇപ്പൊ വീട്ടിൽ തുടങ്ങിയിരിക്കുക. അച്ഛാ, എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യണം. കളക്ടർ വന്ന ഒന്നും ചെയ്യില്ല. ഈ കുറച്ച് വയലെടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കും. ശരിയാന്നോ മക്കളെ? അമ്മ അച്ഛനെ പണിയെടുപ്പിച്ച് പീഡിപ്പിക്കാറുണ്ടോ? പറഞ്ഞോളൂ മക്കളെ. ചുമ്മാതെ അച്ഛ. അച്ഛൻ വെറുതെ പറയുക. അതെ അതെ, പണിയൊക്കെ എടുക്കുന്ന ചേച്ചിയമ്മയാ. നീയും ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ടുപേരും തിരിഞ്ഞല്ലേ? ചോക്ലേറ്റ് ഓടിച്ചു നോക്കിയിരുന്നാ മതി. രണ്ടര ചോക്ലേറ്റ് തിന്നിക്കടി. അയ്യോ അച്ഛ, വിഷ്ണു അച്ഛനെ ചേച്ചിയമ്മ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കാറുണ്ട് കേട്ടോ. അതിനങ്ങൾ കാണുന്നു എന്നൊന്നുമില്ല. ഇടിയടി അമ്പടി കള്ളി അല്ലേ സത്യ? അതെ. പറഞ്ഞോട്. എന്നാ ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചോക്ലേറ്റിന് മുമ്പിൽ കാല് മാറിയില്ലേ? എടോ പിള്ളേ, അതിങ്ങോട്ടെ, ഇങ്ങോട്ട്. സത്യം പിടിച്ചേ. താങ്ക് യു അച്ഛ. പപ്പ പിടി. താങ്ക് യു അച്ഛ. വാ പപ്പി, നമുക്ക് ഇപ്പൊ തന്നെ തീർത്തേക്കാം. വാ. പതുക്കെ. നീ മോളില്ലേ? അല്ല, നിങ്ങളെല്ലാരും ഇങ്ങനെ പറയുമ്പോ പിന്നെ എന്റെ അച്ഛനും വന്ന സ്ഥിതിക്ക്. പക്ഷെ വൈകിട്ട് പോണം. വ്യാപാരമേളതാ അല്ല കളക്ടർ മാഡം? അത് 4 മണിക്ക് ശേഷല്ലേ? അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാനല്ലേ? ഡി മോളെ, നീ 4 മണിക്ക് ശേഷം പോയാ മതി. ഇവർ ഇപ്പൊ തന്നെ അവിടെ പോയി നിൽക്കട്ടെ. അവിടെ ആ സേവർക്കുന്നവർക്കും മൈക്കാർക്കും ഒക്കെ ഒരു കൂട്ടാവുമല്ലോ. എന്തത്ര ചിരിക്കാൻ? അത്ര വലിയ കോമഡി ഒന്നും ഇല്ലത്. എന്തായിട്ടല്ലേ ചിരിച്ചോണം കേട്ടാ. അച്ഛനാ നീ ചിരിക്കണ്ട. എന്ത്? അല്ല, വെറുതെ അമ്മ പറയണ നല്ല കൂട്ട്. അല്ലടാ, കമലിനെ പോലെ ഒരു പൊട്ടനെ കൊണ്ട് നടക്കാം. വന്നേക്കുന്നു. എത്രയായി? 100 രൂപ. എടോ പിള്ളേ, താനും ഞാനും പ്രാർത്ഥിച്ച പ്രാർത്ഥന ഭഗവാനെ ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ച കണ്ടില്ലേ? അമ്മ വന്നിട്ടില്ലടോ. എങ്കിൽ എന്റെ പ്രാർത്ഥനയായിരിക്കും കൂടുതൽ കേൾക്കാൻ സാധ്യത. അമ്മാതിരി വിളിയാ ഞാൻ വിളിച്ചിരിക്കുന്നത്. ദൈവം നിലത്തിറങ്ങി വരുന്ന വിളി. എന്തായാലുവേ ആളെത്തിയില്ലല്ലോ. മഹാഭാഗ്യം. ഞാനേ കള്ളങ്ങളുടെ ഒരു മഹാഘോഷയാത്ര മനസ്സിൽ കരുതിച്ചിരുന്നതാ. ഒന്നും പുറത്തെടുക്കേണ്ടി വന്നില്ലല്ലോ. താ മാടോ, വാ. എവിടെ പോയതായിരുന്നു? അല്ല, നീ ഇതിപ്പോ എത്തി?
അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഒന്ന് നടക്കാൻ പോയതാ. എവിടം വരെ? ചോദിച്ച കേട്ടില്ലേ? എവിടം വരെയാണെന്ന്? അതിന് സത്യം പറയാലോ ഭാമേ, അവളും പിള്ളേരുടെ വിളിയോട് വിളി. പറ്റില്ലെന്ന് പറയാൻ എന്റെ മനസ്സനുവദിച്ചില്ല. നമ്മുടെ മോനല്ലേ, പിറന്നാളായിട്ടേ അവൻ എന്റെയും ഭാമയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം ആഗ്രഹമൊക്കെ ഉണ്ടാവത്തില്ലേ? നീയോ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നില്ല. ഞാൻ കൂടി അവനെതിരുന്നാല് നമ്മുടെ മോൻ ആകെ തകർന്നു പോവും. അതുകൊണ്ടാ ഞാൻ ഇയാളെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ പോവരുതെന്ന്. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെ പോവോന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നത്. ഇവിടെ വന്നപ്പോഴോ ഇവിടെ ഉണ്ടായിരുന്ന പെങ്കൊച്ചിനെയും കാണാനില്ല. അതോടെ പോയി. ഞങ്ങളോട് പോകുമ്പോ അവളുണ്ടായിരുന്നല്ലോ. ഓ, എല്ലാരും തോന്നിയ പോലെ ആണല്ലോ. ഇവിടെ നിന്നവരും കൊള്ളാം, വന്നവരും കൊള്ളാം, കൂടെ കൊണ്ട് നടക്കുന്നവരും കൊള്ളാം. പിള്ളേ, ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ രാഘവേട്ടനെ കൊണ്ട് ആ വാടക വീട്ടിലേക്ക് പോകരുതെന്ന്. എന്റെ സത്യാമേ, അവിടെ ഒന്ന് വരേണ്ടതായിരുന്നു. ഹോ, ഇത്രയും നല്ല ഭക്ഷണം ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. പാചകം എന്ന് പറഞ്ഞ ഇതാ പാചകം. ഓ, അല്ല, എങ്ങനെ നന്നാവാതിരിക്കും? കുടുംബശ്രീ ശാരദയുടെ മോളല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. മോശം വരാൻ വഴിയില്ലല്ലോ. ഡോ പിള്ളേ, താൻ അവരുടെ പരസ്യ ഏജന്റായി മാറിയിരിക്കുകയാണോ? എന്റെ സത്യാമേ, ഉള്ളതുപോലെ പറയണമല്ലോ. കറികൾക്കൊക്കെ എന്താ ടേസ്റ്റ്. ഓ, പായസത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഗോതമ്പായിരുന്നേ, മധുരം തീരെ കുറച്ച്. മരുമോളെ എന്റെ കാര്യം കൂടെ കരുതിയായിരിക്കും പായസം ഉണ്ടാക്കിയതേ. അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് ഇരുന്നിരിപ്പി ഞാൻ അങ്ങകത്താക്കി. ഇഞ്ചിക്കറിയുടെ കാര്യം ഓർക്കുമ്പോ ദാ ഇപ്പോഴും വായിന്ന് വെള്ളം ഊർന്നു. പിന്നെ എല്ലാരും കൂടെ ഒന്നിച്ചുള്ള, അതും വാഴയിലയിലുള്ള വിഭവസമൃദ്ധമായ സദ്യ, അതും ഒരു മറക്കാനാവാത്ത കാര്യം തന്നെ ആയിരുന്നേ. ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞും ഒന്നിച്ചുള്ളൊരു ഭക്ഷണം കഴിക്കല്. ഉണ്ട്, നോക്കിയിരിക്കണേ, കഴിയങ്ങോട്ടു. ഞാൻ കഴിക്കുമല്ലേ അച്ഛച്ചാ. ആ സാമ്പാറിങ്ങെടുത്ത്. പിറന്നാളാറുമ്പോ എന്തൊരു ധൃതിയായിരുന്നു. ഇപ്പൊ ഒരു ധൃതിയില്ല. ഇതൊക്കെ വിഷ്ണു കുഞ്ഞിന്റെ ഒരു നമ്പറല്ലേ സാറേ? ശരിയാ, വിഷ്ണുച്ചന് നേരത്തെ 2 നമ്പർ ഉണ്ടായിരുന്നു. ഒന്ന് വിളിച്ചാ കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കാം.